ഹായ് ഫ്രണ്ട്സ്. ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പായിട്ടുള്ള അനീഷ് മൈജിയിൽ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ പൂത്തോളിൽ സ്ഥിതി ചെയ്യുന്ന മൈജിയുടെ ഓഫീസിലാണ് വന്നിരിക്കുന്നത്. ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് വന്നത്. മീഡിയക്കാർ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും തിക്കും തിരക്കായിട്ട് ആ, അനീഷിനെ വരവേൽക്കുകയാണ്. അങ്ങനെ അനീഷിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ മറുപടി എന്താണ്, അനുമോളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അനുമോൾ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ 10 ലക്ഷം കിട്ടിയപ്പോഴുള്ള അനുമോളുടെ മറുപടി, ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ. അവിടെ അനീഷിനെ കിട്ടിയപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുകയാണ് മീഡിയക്കാർ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, മൈജിയായി സഹകരിക്കാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷമാണ് എന്നിലുണ്ടാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ ഇഷ്ടം നേടുക എന്നത് വളരെയധികം ബ്ലെസ്സിങ് ആണ് അല്ലേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. പണ്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ സ്നേഹം പങ്കിടുന്നു, എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് എൻ നേരം തുഴഞ്ഞ് കേട്ടോ. എന്നെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ വിലയിരുത്തി പറയുന്നതല്ലേ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട് അനീഷ്. അതുപോലെ ബിഗ് ബോസിൽ ആദ്യം അനീഷിന് അഗ്രസീവ് സ്വഭാവമായിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത്. ഇപ്പോൾ പിന്നീട് വളരെ കാം ആൻഡ് ക്വയറ്റായി. അതെങ്ങനെയാണ് അങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് എന്താ വെച്ചാൽ, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കത് അതിൻ്റെ ഉള്ളിൽ വെച്ച് തോന്നില്ല. കാരണം നെഗറ്റിവിറ്റി കളഞ്ഞ് 100 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു മനുഷ്യനാക്കിയിട്ടാണ് തീർത്തത്. അതുകൊണ്ടാണ് ആദ്യം അഗ്രസീവായിട്ടും പിന്നീട് ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടും കളിച്ചത് എന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നെ മൈജിയിൽ ഒരുപാട് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടാകും, അതിൽ നിന്നിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവരോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ അനീഷ് ഒന്ന് ചിരിച്ചു. അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ, അനീഷേട്ടനെ പോലെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഏത് ജനങ്ങൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഇത്രയും ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചു, അനുമോൾ വിളിച്ചിരുന്നോ? അത് ആളെ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പുഞ്ചിരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, അനുമോൾക്ക് ഭയങ്കര ഹാപ്പിയായി എന്ന് തോന്നുന്നു അനീഷേട്ടന് 10 ലാക്ക് കിട്ടിയതിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, എനിക്കും ഒരുപാട് സന്തോഷം അറിഞ്ഞതിൽ എന്നും പറഞ്ഞ് അനീഷ് നിർത്താണ്. ഇതാണ് അനീഷിൻ്റെ ക്വാളിറ്റി കണ്ട. വായ തോരാതെ എന്തെങ്കിലും പറയുകയും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി മൈജിയിൽ വന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മീഡിയക്കാരടുത്ത് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ച് അവിടെ നിന്ന് അവരുടെ കാര്യം നോക്കിയപ്പോൾ ഒരാളുടെ കാര്യം അനീഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് ഒരു മീഡിയക്കാരും തപ്പി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അത്രയും ജെന്യൂനായിട്ടുള്ളൊരു പേഴ്സണാണ് ഇയാൾ. ശരിക്കും കപ്പെടുക്കാത്തതിലാണ് ഏറ്റവും വലിയ വിഷമം.